IPL-ന്റെ ആവേശകരമായ 14-ാം പോരാട്ടത്തിൽ നിന്ന് കരുത്തരായ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. സീസണിൽ 2 മത്സരങ്ങളിൽ 2-ലും ജയിച്ച് മികച്ച ഫോമിലാണ് ഡൽഹി ക്യാപിറ്റൽസ്. യുവതാരം സമീർ റിസ്വിയുടെ മിന്നും ഫോമും പത്തും നിസ്സംഗ നൽകുന്ന തുടക്കവും ഡൽഹിയുടെ പ്രധാന കരുത്താണ്. ക്യാപ്റ്റൻ അക്ഷർ പട്ടേലും കുൽദീപ് യാദവും നയിക്കുന്ന സ്പിൻ നിരയും ലുങ്കി എങ്കിഡിയുടെ പേസ് ബൌളിംഗും ഗുജറാത്ത് ബാറ്റിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കുമെന്ന് ഉറപ്പാണ്. സ്വന്തം കാണികൾക്ക് മുന്നിൽ പോയിന്റ് ടേബിളിൽ മുൻനിരയിലെത്താനാണ് ഡൽഹി ലക്ഷ്യമിടുന്നത്. മറുഭാഗത്ത് ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഗുജറാത്ത് ടൈറ്റൻസിനെ ഈ മത്സരം നിർണായകം. കഴിഞ്ഞ മത്സരത്തിലെ തോൽവിക്ക് ശേഷം വിജയവഴിയിൽ തിരിച്ചെത്താനാണ് ടൈറ്റൻസ് ശ്രമിക്കുന്നത്. സായ് സുദർശന്റെ സ്ഥിരതയാർന്ന പ്രകടനവും റാഷിദ് ഖാന്റെ ഓൾറൗണ്ട് മികവുമാണ് ഗുജറാത്തിന്റെ ആത്മവിശ്വാസം. ഡെത്ത് ഓവറുകളിൽ മുഹമ്മദ് സിറാജ് നടത്തുന്ന കൃത്യതയാർന്ന ബൌളിംഗ് ഡൽഹി ബാറ്റർമാർക്ക് വലിയ വെല്ലുവിളിയാകും. കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഡൽഹിക്കെതിരെ തിരിച്ചെത്തിയേക്കും. ഡൽഹിക്ക് വെല്ലുവിളിയാകുന്നത് ഓപ്പണിംഗിൽ ഇതുവരെ താളം കണ്ടെത്താൻ സാധിക്കാത്ത KL രാഹുലിന്റെയും വൺ ഡൗണായി എത്തുന്ന നിതീഷ് റാണയുടെയും പ്രകടനമാണ്. ഇരുവരുടെയും പ്രകടനം ഗുജറാത്തിനെതിരെ നിർണായകമാണ്. മികച്ച സ്കോറുകൾ കണ്ടെത്തിയിട്ടും ബോളർമാർ റൺസ് പ്രതിരോധിക്കാത്തത് ഗുജറാത്തിന് തലവേദനയാവുകയാണ്. നേർക്കുനേർ കണക്കുകൾ പരിശോധിച്ചാൽ ഇരു ടീമുകളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. IPL ചരിത്രത്തിൽ ഇതുവരെ 7 തവണ ഇവർ ഏറ്റുമുട്ടിയപ്പോൾ 4 മത്സരം ഗുജറാത്തും 3 മത്സരം ഡൽഹിയും ജയിച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ചെറിയ ബൗണ്ടറികൾ ഡൽഹിയുടെ പവർ ഹിറ്റർമാർക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്നുണ്ട്. ബാറ്റർമാരുടെ പറുദീസയായ ഡൽഹിയിലെ പിച്ചിൽ വലിയ സ്കോറുകൾ പിറക്കാൻ സാധ്യതയുണ്ട്. അക്ഷറിന്റെയും ഗില്ലിന്റെയും തന്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം കൂടിയായിരിക്കും ഡൽഹി ഗുജറാത്ത് പോരാട്ടം. മധ്യനിരയിൽ ക്രിസ്റ്റൻ സ്റ്റബ്സിന്റെ വെടിക്കെട്ട പ്രകടനം ഡൽഹിക്ക് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും റാഷിദ് ഖാന്റെ 4 ഓവറുകൾ മത്സരത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ളതാണ്. മത്സരം രാത്രിയായതിനാൽ ഡ്യൂ ഫാക്ടർ 2-ാം ഇന്നിംഗ്സിൽ ബൗളർമാർക്ക് വെല്ലുവിളിയാകും. ഡൽഹി അപരാജിത കുതിപ്പ് തുടരുമോ അതോ ഗില്ലും സംഘവും ഡൽഹിയിൽ ആധിപത്യം സ്ഥാപിക്കുമോ? കാത്തിരുന്ന് കാണാം.